തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്നും തിരിഞ്ഞ് ആനമല റൂട്ടിലൂടെയുള്ള ഈ യാത്ര ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. സൗത്ത് ഇന്ത്യയിലെ നയഗ്ര എന്ന വിളിപ്പേരുള്ള കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ അതിരപ്പിള്ളിയിലേക്കാണ് ടു ഡു ലിസ്റ്റിൽ ഇന്നത്തെ യാത്ര. 80കളുടെ തുടക്കകാലം വരെ കേരളത്തിലുള്ളവർക്ക് മാത്രം പരിചിതമായിരുന്ന ഈ വെള്ളച്ചാട്ടം 1986 പുറത്തിറങ്ങിയ പുന്നഗൈ മന്നൻ എന്ന സിനിമയിലൂടെയാണ് പിന്നീട് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ നേടിയത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് അതിരപ്പിള്ളി. ചാലക്കുടി പുഴയുടെ ഇരു കരകളുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ വനങ്ങൾ അപൂർവ ജൈവസമ്പത്തിന്റെ കലവറയാണ്. ഇരുൾ, ഇലവ്, കാഞ്ഞിരം, വീട്ടി തുടങ്ങിയ വാണിജ്യ പ്രാധാന്യമുള്ള മരങ്ങളും വേഴാമ്പൽ, വാനമ്പാടി, കൃഷ്ണപ്പരുന്ത് തുടങ്ങിയ പക്ഷികളും ആന, കാട്ടുപോത്ത്, കടുവ, കരിങ്കുരങ്ങ് തുടങ്ങിയ ജന്തുക്കളും ചില പ്രത്യേക ഇനം ചിത്രശലഭങ്ങളുടെയും കൂടി ആവാസ സ്ഥലമാണ് ഇവിടം. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രത്യേക ഇനം വേഴാമ്പലുകളെ ഇവിടത്തെ കാടുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജന്തുജാലങ്ങൾക്ക് പുറമെ പണ്ട് മുതൽക്കേ തന്നെ കാടർ, മലയർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങളും ഇവിടെ താമസിക്കുന്നുണ്ട്. ചാർപ്പ, പെരിങ്ങൽകുത്ത്, വാഴച്ചാൽ തുടങ്ങിയ ടൂറിസ്റ്റ് സ്പോട്ടുകളും ഡ്രീം വേൾഡ്, സിൽവർ സ്റ്റോം എന്നിങ്ങനെയുള്ള വാട്ടർ തീം പാർക്കുകളും അതിരപ്പിള്ളി യാത്രയോടനുബന്ധിച്ച് സന്ദർശിക്കാവുന്നതാണ്. ഇവിടേക്കുള്ള പ്രവേശന ഫീസ് 50 രൂപയാണ്. നല്ല മഴയായിട്ട് കൂടി അതൊന്നും വകവയ്ക്കാതെ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുന്നതായി കാണാം. കേരളത്തിൽ നിന്നും മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ കാണുന്ന വഴിയിലൂടെ നടന്നു വേണം വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ വഴിയെല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചാലക്കുടി പുഴയുടെ ഏറ്റവും പ്രധാന ആകർഷകമാണ് 80 അടി ഉയരത്തിൽ നിന്ന് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പ്രാചീന കാലം മുതൽ മനുഷ്യവാസം ഉണ്ടായിരുന്നു. 1940-ൽ പെരിങ്ങൽകുത്തിൽ ഡാം വന്നതിന് ശേഷം പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടം ഇല്ലാതായി. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായി അങ്ങനെ അതിരപ്പിള്ളി മാറി. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനനുസരിച്ച് ഇവിടേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയും കുറഞ്ഞു ഇരിക്കും. നമ്മളിപ്പോ വന്നത് മഴക്കാലത്തായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളമുണ്ട്. ആയിരത്തി 1980-കളിൽ കേരള സർക്കാർ ഇവിടെ ഒരു ജലവൈദ്യുത പദ്ധതി ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും പരിസ്ഥിതി പ്രവർത്തകരും പ്രദേശവാസികളും ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും അങ്ങനെ പ്രക്ഷോഭം നടത്തുകയും ചെയ്തതോടെ പദ്ധതി റദ്ദാക്കി. ഇങ്ങനെയുള്ള ഒരു ജലവൈദ്യുത പദ്ധതി വന്നാൽ അത് ഇവിടെയുള്ള ജൈവ വൈവിധ്യത്തിനും പ്രാചീന കാലം മുതൽ ഇവിടെ താമസിച്ചു വരുന്ന ആദിവാസി സമൂഹത്തിനും ഉണ്ടാക്കിയേക്കാവുന്ന ഭീഷണി കാരണമായതുകൊണ്ടാണ് പ്രതിഷേധങ്ങൾ നടത്തിയത്. ഒരു പക്ഷേ ഇങ്ങനെയൊരു ജലവൈദ്യുത പദ്ധതി വന്നാൽ വരും തലമുറയ്ക്ക് ഇങ്ങനെയൊരു കാഴ്ച ലഭിക്കുമോ എന്ന കാര്യം തന്നെ സംശയമാണ്. സ്റ്റേ ചെയ്ത് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന ചില റിസോർട്ടുകളും ഇവിടെയുണ്ട്. ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കൂടാനും കുറയാനും സാധ്യതയുള്ളതുകൊണ്ട് അപകടങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആളുകളെ നിയന്ത്രിക്കുന്നത് വനസംരക്ഷണ സമിതി പ്രവർത്തകരാണ്. ഇവരുടെ നിയന്ത്രണത്തിലായതിനു ശേഷം ഇപ്പോൾ അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ താഴെ നിന്നുള്ള ഭംഗി ആസ്വദിക്കാനായി തയ്യാറെടുത്തപ്പോൾ തന്നെ നല്ല രീതിയിൽ മഴ തുടങ്ങി. ഇവിടേക്കുള്ള പ്രവേശനം വൈകിട്ട് 5 മണി വരെയാണ്. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് താഴേക്ക് പോകേണ്ടത്. ഇവിടെയുള്ള കുരങ്ങന്മാർ കുറച്ച് അഗ്രസീവാണ്. അതുകൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങുന്ന വഴിയിൽ ഭക്ഷണ സാധനങ്ങൾ കയ്യിൽ കരുതാതെ ഇരിക്കുന്നതാണ് നല്ലത്. മഴയായതുകൊണ്ട് ഈ സമയത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള അനുമതിയില്ല. പക്ഷെ വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ ഈ പതിക്കുന്ന വെള്ളം കല്ലിലും മറ്റും തട്ടി താഴേക്ക് തെറിക്കുന്നത് ഒരു
ചാറ്റൽ മഴ പോലെ നമുക്ക് അനുഭവപ്പെടും. 330 അടി വീതിയിൽ ഒരു പുഴ മുഴുവനായും താഴേക്ക് പതിക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾ അതിരപ്പിള്ളിയിലേക്ക് തന്നെ വരണം. ഈ കാണുന്ന രൂപത്തിലായിരിക്കില്ല മഴ ഇനിയും കൂടിയാൽ വെള്ളച്ചാട്ടത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇവിടെ സന്ദർശിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് പറ്റിയ സമയവും കാലാവസ്ഥയും തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സഞ്ചാരികളെ നിയന്ത്രിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ വാച്ചർമാരിൽ ഒരാളാണ് അത് അവിടെ കൂടെയും ചൂടി നിൽക്കുന്നത്. ഇവിടെ മാത്രമല്ല, മറ്റെവിടെ ആയാലും നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മാത്രം പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതാണ് നല്ലത്. ഇവിടെ നിന്ന് വെറും 5 കിലോമീറ്റർ മാറിയാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം ഉള്ളത്. തൽക്കാലം നമുക്കത് മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്യും.